ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പതിവ് പോലെ ഒരു മൂവി എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ആനിമ എക്സ്പ്ലനേഷനോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. എനിക്കിന്ന് നിങ്ങളോട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എസ്പെഷ്യലി അബൌട്ട് ഫീലിങ്സ് ഓഫ് മെന്നിനെ കുറിച്ചുള്ള ഫീലിങ്സിനെ കുറിച്ചും അതിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതൊരു പക്ഷേ ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ആൺ മാത്രം കാണേണ്ട വീഡിയോ അല്ല. ഒരു സ്ത്രീ ആണെങ്കിൽ അല്ലെങ്കിൽ വുമൺ ആണെങ്കിൽ നിങ്ങൾ ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളും അറിയാനുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്കൊരു ബ്രദർ കാണുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് കാണുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹസ്ബൻഡ്, കസിൻ, അങ്ങനെ ഒരുപാട് മെയിലിനോട് ഇന്ററാക്ട് ചെയ്തിരിക്കാനുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഐ വാണ്ട് ടു ടെൽ ദാറ്റ് ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ ഇപ്പോഴത്തെ സൊസൈറ്റിയും ഇവിടുത്തെ സിറ്റുവേഷൻസും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അനിവാര്യമായിട്ട് എനിക്ക് തോന്നി. ഇത് എത്ര വ്യൂസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇത് വേറെ വ്യൂസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ചുറ്റുമുള്ള പുരുഷന്മാരുടെ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, അതിനെപ്പറ്റി ആരും അങ്ങനെ സംസാരിക്കാറില്ല. സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയാനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും ഇന്ന് ഒരുപാട് ഗ്രൂപ്പുകളും ആളുകളും ഉണ്ട്. പക്ഷേ അതിന്റെ മറുവശത്ത് ഒരു തലമുറയിലെ പുരുഷന്മാരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനമോ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് ഈ ടൈമിൽ, ഈ ഒരു സൊസൈറ്റിയിൽ. അതുമാത്രമല്ല, ഒരുപാട് വുമൻസിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ, സപ്പോർട്ട് ഇൻ ദ സെൻസ് ഓഫ് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ തെറ്റ് കാണിച്ചാലും അതിനെ ചൂണ്ടിക്കാണിക്കാതെ ഫീമെയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് മെയിൽ കണ്ടന്റേഴ്സ് തന്നെ നമ്മളുടെ പുച്ഛത്തോടെ സംസാരിക്കുന്ന, സ്വന്തം ജെൻഡറിനെ തന്നെ പുച്ഛത്തോടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഈ സ്ക്രീനിലേക്ക് എക്സ്പോസ് ആകുമ്പോൾ ഫസ്റ്റ് അവർ കാണുന്ന എന്താണ്? ഇതുപോലുള്ള നെഗറ്റിവിറ്റീസ് അബൌട്ട് മെയിൽ ആൻഡ് അബൌട്ട് ഫീമെയിൽസ് ആൾസോ. ഒരു കൂട്ടം മെയിലും ഉണ്ട് അനാവശ്യമായിട്ട് ഫീമെയിലിനെ കുറ്റം പറയുന്നതുണ്ട്, ആൻഡ് ഒരു കൂട്ടം ഫീമെയിൽസും ഉണ്ട് അനാവശ്യമായിട്ട് മെയിലിനെ കുറ്റം പറയുന്നത്, ആൻഡ് ഒരു കൂട്ടം മെയിലും ഉണ്ട് അനാവശ്യമായിട്ട് മെയിലിനെ കുറ്റം പറയുന്നതും, ഒരു കൂട്ടം ഫീമെയിൽസും ഉണ്ട് അനാവശ്യമായിട്ട് ഫീമെയിലിനെ കുറ്റം പറയുന്നത്. എല്ലാം അറ്റൻഷന് വേണ്ടിയാണ്. ഒരു കൂട്ടം മെയിൽ അറ്റൻഷന് വേണ്ടി, ഒരു കൂട്ടം ഫീമെയിൽ അറ്റൻഷന് വേണ്ടി. പക്ഷേ ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികളുടെ ചിന്താഗതിക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അവരുടെ തോട്ട് പ്രോസസ്സിന് തന്നെ വ്യത്യാസം വരുത്താൻ കഴിവുള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിടുമ്പോൾ അവരെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുമെന്നും കൂടെ ആലോചിച്ച് കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു കണ്ടൊക്കെ ചെയ്യുക. സ്വന്തം പൈസയ്ക്കും സ്വന്തം അറ്റൻഷനും വേണ്ടി മാത്രം ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കുക. സ്പ്രെഡിങ് ഹേറ്റ് ഇസ് ദ വേ ഓഫ് ഗെറ്റിംഗ് അറ്റൻഷൻ. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ എനിക്കും ഇപ്പോൾ ഒരുപാട് വ്യൂസ് കിട്ടിപ്പോയിരിക്കും. ഞാനിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മാത്രം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് ഞാനും വീഡിയോ ഇട്ടാൽ എനിക്ക് ഒരുപാട് വ്യൂസ് കയറി പോകും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സൊസൈറ്റി കൺസേൺ ആയിട്ട് ഇരിക്കുക. കുട്ടികളെ നമ്മൾ മെയിൻ ടാർഗറ്റ് ആക്കി വെക്കാനുള്ളത്. കുട്ടികളൊക്കെ കണ്ട് നശിച്ചു പോകരുത്. കുറച്ചുകൂടെ ബോധമുള്ളവർ, വിവരമുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവും. ആ നെഗറ്റീവ് അറ്റൻഷന് വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാവും. പക്ഷെ കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഒരു ആണായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഹെയർ സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതല്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാനൊരു കാരണമുണ്ട്. ഒരു പുരുഷൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഇവിടെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ ഇവിടെ നടക്കുന്നില്ല. എല്ലാവരും ജെൻഡർ ഇക്വാളിറ്റി എന്ന വാക്കിനെ പറ്റി എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യങ്ങളും നിയമങ്ങളും നോക്കിയാൽ ഈ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി നിലകൊള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വാക്കിന് പ്രസക്തി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. ഉദാഹരണത്തിന്, ഇലക്ഷന് മുൻപേ ഒരു പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ്? KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ഇനി യാത്ര ചെയ്യാം എന്നൊരു കണ്ടീഷൻ. തികച്ചും അത് നല്ലൊരു കാര്യമായിരിക്കാം. പക്ഷേ അവിടെ ചോദിക്കേണ്ടത്, ഇവിടെ മെയിലിന് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ പൈസയ്ക്ക് അവിടെ വിലയില്ലേ? നമ്മൾ ഈ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ് എക്കണോമിക്കൽ ഇക്വാലിറ്റിയും കൂടെ. അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റേബിൾ കണ്ടീഷൻ, ലൈക്ക് സ്റ്റുഡൻസിനോ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കോ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്കോ ഈ ഒരു പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കോ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. സോ അതൊക്കെ കൊണ്ടുവരാതെ ഇതെല്ലാം ചെയ്യുന്ന എന്തിനാണ്? ആ വീട്ടിലുള്ള വുമൻസിൻ്റെയും അല്ലെങ്കിൽ സ്ത്രീകളുടെ അറ്റൻഷൻ കിട്ടി അവർക്ക് വോട്ടായിട്ട് കിട്ടാൻ വേണ്ടി, അതൊരു വോട്ടായിട്ട് മാറാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇതിന് എത്ര നാളിങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. വോട്ടിനും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ആൺ പെൺ വ്യത്യാസമില്ലാതെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് എത്ര നന്നായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാതെ എന്താണെന്ന് എനിക്ക് തന്നെ ഡൗട്ടാണ്. നമ്മളുടെ സ്റ്റേറ്റിലുള്ള പാർട്ടിയെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഒരു പാർട്ടിയുമല്ല. ഓക്കെ, എല്ലായിടത്തും ഇപ്പം നമ്മളുടെ ഇന്ത്യ ഓവറോൾ വെച്ച് നോക്കുമ്പോഴും ഇങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഇന്റർനാഷണൽ മെൻസ് ഡേക്ക് ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ്. പുരുഷന്മാരെ അഭിനന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ
നമുക്ക് എതിരെയാണ് ആ ഒരു ടൈമും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ട കുറെ കാര്യങ്ങൾ എനിക്കുണ്ട്. നമ്മൾ പലതും മറച്ചു വെക്കുന്ന സത്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 75% ആത്മഹത്യയും പുരുഷന്മാരുടേതാണ്. 85% വീടില്ലാതെ പുറത്ത് കിടക്കുന്നതും പുരുഷന്മാരാണ്. 75% കൊലപാതകങ്ങളും പുരുഷന്മാരുടേതാണ്. വയലന്റ് ക്രൈംസിന്റെ വരെ പല ഇരകളും അവർ തന്നെയാണ്. ശരി, ഇതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു സത്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരേ കുറ്റങ്ങൾ ചെയ്ത സ്ത്രീക്കും പുരുഷനും വ്യത്യാസമായിട്ടുള്ള ജയിൽ ശിക്ഷയാണ് ലഭിക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒരേ തെറ്റ് ചെയ്താലും 64% ജയിൽ ശിക്ഷ അനുഭവിക്കാൻ സാധ്യതയുള്ളത് പുരുഷന്മാരാണ്. പുരുഷന്റെ മാനസികാരോഗ്യം, അവന്റെ എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി, അവന്റെ ലോൺലിനെസ്, ഏകാന്തത, ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ഒരു ചർച്ചയിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അടുത്തതാണ് സെക്ഷൽ ആയിട്ടുള്ള അസോൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും സെക്ഷൽ അസോൾട്ട് വരുമ്പോൾ ജനറലൈസ് ചെയ്ത് വരുന്നത് ആണുങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ചോദിക്കണം, ആ പൊട്ടന്മാരെ ആണുങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയാൻ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരും. യെസ്, ശരിയാണ്, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ 80 to 90% ശരിയാണ്. ഒരു പെണ്ണിനായാലും ആണിനായാലും സെക്ഷൽ അസോൾട്ട് നടക്കുന്നത് തെറ്റാണ്. അതിനർഹിക്കുന്ന ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രോബ്ലം എന്താണ്? ഒരു വിഷയം നടന്നാൽ അത് ഒരു ജെൻഡറിനെ മാത്രം ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് കുഴപ്പം. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഈ വിക്ടിമായിട്ടുള്ള ആ സെയിം ജെൻഡർ തന്നെ ഇതിന്റെ വേദനകൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ഈ വിക്ടിമായിട്ടുള്ള ആൾക്കാരെയും ആ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. സോ അത് തെറ്റല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം മെയിൽ എന്ന ജെൻഡർ തന്നെ ഒതുക്കപ്പെട്ട് വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇത്രയും നേരം ഞാൻ ഒരു ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ ഇനി നിങ്ങൾക്ക് എനിക്ക് ജനറലൈസ് ആയിട്ട് ചോദിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടോ? ഐ മീൻ അഭിമാനത്തോടെ ചങ്കുറപ്പോടെ എനിക്ക് പറയാം, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറയാൻ പറ്റിയൊരു നല്ലൊരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഇപ്പോൾ പലരും പറഞ്ഞേക്കാം നല്ലൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അവർ ട്രൂ ആണോ അല്ലെങ്കിൽ ട്രൂ ഫ്രണ്ടാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ചെറുതായിട്ട് കൺഫ്യൂസ് ആയി കാണുമല്ലേ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇമോഷണലി ഭയങ്കര ലോൺലി ആയിരിക്കും. എസ്പെഷ്യലി ആണുങ്ങൾ. ഈ സൊസൈറ്റി ചാത്തുന്ന ഒരു മാർക്കുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, അവൻ കരയുകയില്ല, അവൻ വീക്ക് ആവുകയില്ല എന്നൊരു മാർക്ക് നമ്മൾ ജനിച്ചപ്പോഴേ ഈ സൊസൈറ്റി നമ്മളെ പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ടുണ്ട്. പറഞ്ഞ് നമ്മൾ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ഉള്ളിൽ നമ്മൾ ഭയങ്കര വീക്കായിരിക്കും. ആ സമയത്ത് നമുക്ക് വേണ്ടത് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒരാളുണ്ടെന്ന് പറയുന്നത് ഒരു വലിയൊരു ആശ്വാസമാണ്. അത് വലിയൊരു ബ്ലെസ്സിങ്ങുമാണ്. അതിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയാലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയാലും അങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സോട്ട് പറയുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഇതേപോലെ മനസ്സിലാക്കാനും ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഇപ്പോൾ പലരുടെ ഉത്തരം ഇല്ലെന്നായിരിക്കാം. ഉള്ളവർക്ക് യു ആർ ബ്ലെസ്ഡ് എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ചിലർ പറയും അങ്ങനെയൊന്നും അല്ല ബ്രോ, ഞങ്ങൾ ഭയങ്കര വൈബാണ്, സെറ്റായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുന്നത്, നമുക്കങ്ങനെ വിഷമം വന്നാൽ അങ്ങനെയൊന്നും നമ്മൾ നിൽക്കില്ല, നമുക്കങ്ങനെ അവരുടെ കൂടെ നിന്ന് നമ്മൾ എപ്പോഴും ചിരിച്ചായിരിക്കും നിൽക്കുന്നത്, നമ്മളുടെ വിഷമങ്ങൾ മറന്ന് നമ്മൾ നിൽക്കും എന്നൊക്കെ ഒരുപാട് പേര് പറയും. എനിക്കറിയാതെ. നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചാൽ, നമ്മളുടെ കൂടെ ചിരിച്ച് കളിച്ച് വൈബ് അടിച്ച് നടക്കുന്ന ഫ്രണ്ട് വേറെയാണ്, നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ഫ്രണ്ടും വേറെയാണ്. ഓക്കെ, രണ്ടും രണ്ട് പാലമാണ്. ഈ പറയുന്ന വിഷമങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വൈബ് അടിച്ചെടുക്കുന്ന ഫ്രണ്ട്സ് ആരും കാണില്ല. ഓക്കെ, ഈ ചിരിച്ച് കളിച്ചെടുക്കുന്ന ഫ്രണ്ട്സ് ഒന്നും ആരും കാണില്ല. ഇമോഷണലി നമുക്ക് ബാക്ക് ബോൺ ആകെ വരില്ല. അവരവരെ കാര്യം നോക്കി പോകും. അവരവരുടെ ഇമോഷണൽ സേഫ്റ്റി നേരാക്കാണ് നമ്മൾ വരുന്നത് തന്നെ. അതിൽ പല അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അവസാനം അറ്റ്ലാസ്റ്റ് നമ്മളൊരു വിഷമം എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ഇമോഷണൽ സപ്പോർട്ട് തരാൻ വേണ്ടി 1-2 ഫ്രണ്ട് മാത്രമേ കാണുള്ളൂ. അവൻ മാത്രമേ ലൈഫ് ലോങ് ആയിട്ട് കൂടെ നിൽക്കുകയുള്ളൂ, അവനോ അവളോ. നമുക്കൊരു മാനസികമായിട്ടുള്ള വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ അത് കേട്ടിട്ട് എടാ പോട്ടറാ, അത് ശരിയാവൂടാ, അത് വീട്, എനിക്കറിയാം, മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി 1-2 ഫ്രണ്ട് കാണും നമുക്ക്. അങ്ങനത്തെ ഫ്രണ്ട്സാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. നമ്മളൊരു വ്യക്തിയാണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ടെന്ന ഒരു വാലിഡേഷൻ തരുന്ന ഒരു ഫ്രണ്ടാണ് നമുക്ക് ആവശ്യം. യാതൊരു മുൻവിധിയും ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടാവുന്നത് നമുക്കൊരു വലിയൊരു പുണ്യമാണ്. പക്ഷേ ഒരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളീ പറയുന്ന സുഹൃത്തുക്കൾ 90% ആണുങ്ങളുടെ ജീവിതത്തിലും കാണുകയില്ല. ഉള്ള സുഹൃത്തുക്കൾ തന്നെ ഒന്നെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള കൂട്ടുകാരായിരിക്കും. അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് കൂടെ നടന്നിട്ട് നമ്മളുടെ പുറകിൽ നിന്ന് കുറ്റം പറയുന്നവരുമായിരിക്കും. അല്ലെങ്കിൽ കൂടെ നിന്ന് ഗ്രൂപ്പായിട്ട് നമ്മളുടെ ഇമോഷൻസിനെ അത്രയും കളിയാക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് ഉള്ളത് തന്നെ. ഇപ്പോൾ ഒരു പുരുഷന് മറ്റൊരു പുരുഷനിൽ നിന്ന് സെക്ഷൽ ആയിട്ടുള്ള അസാൾട്ട് നേരിടേണ്ടി വന്നെന്ന് വിചാരിക്കുക. അത് അവൻ്റെ സുഹൃത്തുക്കളോട് വന്ന് പറയുകയാണ്. അതൊരു മെയിൽ ഫ്രണ്ട് ആയാലും ഒരു ഫീമെയിൽ ഫ്രണ്ട് ആയാലും. സോ അവൻ പറയുമ്പോൾ അവൻ്റെ ഭൂരിഭാഗം പേര് അവൻ എന്തായിരിക്കും പറയുന്നത്? കളിയാക്കി തമാശരിച്ചിരിക്കും. പക്ഷേ ഇതേ കാര്യം ഒരു പെൺകുട്ടിയാണ് വന്ന് പറയുന്നതെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും അവരെ എമ്പതൈസ് ചെയ്താലും ഒരുപാട് ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും ഓടിയെത്തും. ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അപ്പോൾ ഒരു പുരുഷന്റെ വേദനയ്ക്ക് ഇവിടെ വിലയില്ലാത്തത്? ഈ പറയുന്ന വേദന എല്ലാവർക്കും ഒരുപോലെ അല്ലേ? ഒരു ജെൻഡറിന് കിട്ടുന്ന പരിഗണനയും സ്നേഹവും മറ്റൊരു ജെൻഡറിന് നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആണുങ്ങൾ കരയാൻ പാടില്ല, അവർ വേദനിക്കാൻ പാടില്ല എന്നൊരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ എന്ന ഒരു ചിന്താഗതി തിരുത്തപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആൻഡ് യെസ്, ശാരീരികമായി പുരുഷന്മാർ കുറച്ച് കരുത്തുള്ളവരായിരിക്കാം, പക്ഷേ മാനസികമായും വൈകാരികമായും നമ്മൾ ഒന്ന് തന്നെയാണ്. ഒരു സ്ത്രീ വളരുന്ന അതേ ഘട്ടങ്ങളിലൂടെയും അതേ വൈകാരിക മാറ്റങ്ങളിലൂടെയുമാണ് ഒരു പുരുഷനും കടന്നു പോകുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു ചതിക്കുഴിയുള്ളത്. തനിക്കൊരു വിഷമമുണ്ടെന്ന് പുറത്ത് പറഞ്ഞാലോ അവനൊന്ന് കരഞ്ഞാലോ അപ്പോൾ ഒരു ചോദ്യം,
നീ ഒരാണല്ലേടാ, നീ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്ക് എന്നൊരു വർത്താനം. കരയുന്നത് വീക്ക് ആണെന്ന ഈ ഒരു മുദ്രകുത്തൽ കാരണം സ്വന്തം വിഷമങ്ങൾ ആരോടും പറയാൻ പറ്റാതെ അവൻ മനസ്സിലൊതുക്കിക്കൊണ്ട് ജീവിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒന്നിനും ഒരു തുണയില്ലാതെ എപ്പോഴും ഒറ്റപ്പെട്ട് അവസാനം ഈ ഒരു കണ്ടീഷൻ എന്തിലേക്ക് പോകും? സെൽഫ് ഡൗട്ടിലേക്ക് പോകും. എന്താണ്, ഞാൻ അത്രയ്ക്ക് സ്ട്രോങ് അല്ലേ, എനിക്ക് വിഷമങ്ങളൊക്കെ മറികടക്കാൻ പറ്റില്ല, ഞാനൊരു ആണല്ലേ, എന്ത് സ്ട്രോങ് അല്ലാത്തത് എന്നൊരു തോട്ട് പ്രോസസ്സിലേക്ക് അവൻ പോകും. സെൽഫ് ഡൗട്ട് ചെയ്യും, അവൻ്റെ ജീവൻ തന്നെ തുളച്ചളയും. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘട്ടം അല്ലെങ്കിൽ പ്രായമാണ് 15 to 25 വയസ്സ് വരെ. അപ്പോഴാണ് നമ്മളെ ബ്രെയിനിൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ മാറി വരുന്നത്. ഈ ടൈമിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ വന്നാൽ അവൻ പിന്നെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ തന്നെ ജീവിച്ച് വരും. അവൻ്റെ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കുക. അവസാനം അവനൊരു റിയലൈസേഷൻ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ 3/4 ഭാഗം ജീവിതവും അവൻ ജീവിച്ച് കഴിഞ്ഞേക്കാം. സോ അവിടെ ഇത്രയും പ്രഷറും ഇത്രയും അവസ്ഥയ്ക്കും കാരണമാരാണ് നമ്മളുടെ ഈ ഒരു സൊസൈറ്റി കൊണ്ടുവന്ന ഒരുപാട് തീരുമാനങ്ങൾ, ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ. ഇതിനെപ്പറ്റിയൊന്നും എടുത്ത് പറയാനും ആരുമില്ല, ആരും കണ്ടതുമില്ല ഞാൻ ഇതുവരെ. എന്നെപ്പോലുള്ള ഒരുപാട് ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല വലിയ ഒരു 500K ഒക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും ഇതിനെപ്പറ്റി ഒരു ചർച്ചയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾക്കും ഇതേ പ്രശ്നങ്ങളില്ലെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഉണ്ട്, അതെല്ലാവർക്കും ഉള്ളതാണ്, വിത്തൗട്ട് ജെൻഡർ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് സൊസൈറ്റി കാണപ്പെടുന്ന രീതിയും സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ് രണ്ടും. ഓക്കെ, ഒരു മെയിലിന് പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റി ഉൾക്കൊള്ളുന്നത്, ആൻഡ് ഒരു ഫീമെയിലിന് പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് സൊസൈറ്റി അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ രണ്ടാണ്. അവർക്ക് ഈ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു ഫീമെയിൽസിന് അവരുടെ വിഷമങ്ങൾ പറയാനുള്ള ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആണുങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു മതിൽക്കെട്ട് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതിന് ഇപ്പോഴും ചെറിയ വ്യത്യാസം വന്നാൽ ഓക്കെ, പക്ഷേ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. സൊസൈറ്റി പണ്ടേ കൊടുത്തു വെച്ചിട്ടുള്ളൊരു ടാഗുണ്ട്, സ്ത്രീകൾക്ക് കരയാം, പക്ഷെ ആണുങ്ങൾക്ക് അത് പാടില്ല. ഇതെല്ലാം കേട്ട് വളരുന്ന ഓരോ ആൺകുട്ടികളുടെ മേളിലും പിന്നീട് വരുന്നത് പല ഉത്തരവാദിത്തങ്ങളാണ്. ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ് വരുന്നത്. അറിയാമല്ലോ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഒരു പുരുഷൻ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് അത് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പുരുഷനാണ്, നീ ഇന്ന കണ്ടീഷനിൽ എത്തണം, നീ കുടുംബത്തിൽ നോക്കണം, നീ അത് നോക്കണം, നീ ഇത് നോക്കണം, മറ്റു നോക്കണം, മറിച്ച് നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് പറ്റില്ല, അടുത്ത വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ അച്ഛനെയും അമ്മയും ആലോചിച്ച് നമ്മളത് ഏറ്റെടുക്കും. അവരുടെ കാര്യങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവർ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണം, അവരെ നമ്മളൊരു നിലയിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അവരെ നോക്കാനുള്ളതാണ് എന്നൊരു കാര്യം അറിഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു ചുമതല നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളത് ഏറ്റെടുത്ത് പോകും. പക്ഷേ അവിടെ വെച്ച് നമ്മളൊരു മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാണ്, എൻ്റെ കഴിവ് എന്താണ്, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾ മറന്നു പോകും ആ ഒരു ടൈമിൽ. സ്കൂളിലൊക്കെ നന്നായി പഠിക്കണം, കോളേജിൽ റാങ്ക് വാങ്ങണം, ഇപ്പം ഓഫീസിൽ പോയാൽ തന്നെ അവിടെ ഓഫീസിലെ പൊളിറ്റിക്സിന് നമ്മൾ അതിജീവിക്കണം. ഇതിനെല്ലാം ഇടയിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആഗ്രഹം എന്താണെന്ന് തീരുമാനിക്കുന്ന ടൈം ഇപ്പോൾ എവിടെയാണ് ലഭിക്കുന്നത്? ഈ ഒരു ജനറേഷനിൽ എവിടെയാണ് ലഭിക്കുന്നത്? സ്ത്രീകളും ഇതേ ഘട്ടത്തിൽ പോകുന്നുണ്ട്. പക്ഷേ സൊസൈറ്റിയുടെ പ്രഷർ കാരണം ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യുന്നത് മെയിലിനാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബ്രെയിനിലെ നമ്മുടെ ഈ ഇമോഷണൽ മൈൻഡിനെ നമ്മൾ അടിച്ചമർത്തിക്കൊണ്ട് നമ്മളുടെ ആ ഒരു ലോജിക്കൽ മൈൻഡിനെ മാത്രം നമ്മൾ വേല ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ എപ്പോഴും നമ്മൾ ലോജിക്കലായിട്ടുള്ള മൈൻഡ് മാത്രം യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ ആ ചേഞ്ച് എന്താണെന്ന് നമുക്ക് പിന്നെ വരും കാലത്ത് മാത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സങ്കടങ്ങളും വിഷമങ്ങളും വന്നാൽ എപ്പോഴും നമ്മൾ ലോജിക്കൽ മൈൻഡ് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഇമോഷണൽ കപ്പാസിറ്റി, നമുക്ക് ഇമോഷൻ ഗോ ത്രൂ ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ പോയാൽ വരുന്ന തലമുറ ഒരു റോബോട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ സ്ത്രീയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മളുടെ പുരുഷന്മാർ മാക്സിമം എന്താണ് ഒരു കാര്യത്തെ സിമ്പതി ആയിട്ട് കാണാൻ മാത്രം ശ്രമിക്കുക, ഒരു ഫ്രണ്ട് ആയാലും. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ അതിനെ എമ്പതൈസ് ചെയ്യും. ഈ പുരുഷന്മാർ സിമ്പതൈസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്തെടുത്ത സ്ട്രക്ചർ കാരണമാണ് സിമ്പതി മാത്രം ഉണ്ടാകുന്നത്. പക്ഷേ എമ്പതി ഈ ഒരു സ്ത്രീകൾക്കുണ്ട്. സോ അതുകൊണ്ട് ഓരോ പുരുഷൻ്റെ ജീവിതത്തിലും ഒരു സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് തന്നെ വ്യത്യാസമാണ്. സോ ഇമ്പോർട്ടൻസ് ആവശ്യവുമാണ്, അനിവാര്യവുമാണ്. ഈ ഒരു എമ്പതൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം കൂടെ നന്നാവുകയുള്ളൂ, അവനത് സഹായമായി മാറുകയുമുള്ളൂ. പക്ഷേ നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ പുരുഷന്മാർക്ക് എമ്പതൈസ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. നമ്മുടെ ആണുങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ടോ ലവറോ ഉണ്ടാകുന്നത് വെറും ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രമല്ല, അവിടെ ഇമോഷണൽ സേഫ് പ്ലേസ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഗേൾ ഫ്രണ്ട് എന്നൊരു അല്ലെങ്കിൽ ലവർ എന്നൊരു ഇത് വരുന്നത്, അല്ലെങ്കിൽ വൈഫ് എന്നൊരാൾ വരുന്നത് തന്നെ. തൻ്റെ എല്ലാ വിഷമങ്ങളും തുറന്ന് പറയാനും തൻ്റെ ഇമോഷൻസ് പച്ചയായി കാണിക്കാനും പറ്റുന്ന ഒരു സേഫ് പ്ലേസ്, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. അതാണ് ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് ലഭിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പലരും പറയും സിംഗിൾ ലൈഫാണ് ബെസ്റ്റ് എന്നൊക്കെ പലതും പറയും. പക്ഷേ അത് തെറ്റാണെന്ന് എൻ്റെ ഒപ്പീനിയൻ. കാരണം നിങ്ങളൊരു നല്ല റിലേഷനിൽ പോകാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. സമാധാനം, പീസ്ഫുൾനെസ് ഉള്ള റിലേഷൻ എപ്പോഴും നല്ലതാണ്. സോ ഈ സിംഗിൾ ലൈഫിനേക്കാളും ആ ഒരു സമാധാനമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്
ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഏറ്റവും നല്ല റിലേഷൻ അതാണ്. ഇവിടെ കുറയുന്നതും അതാണ്. ഇവിടെ റിലേഷനിൽ സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ കാണുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കണ്ടു വളരുന്നത് ഓരോ ടോക്സിക് റിലേഷനും സമാധാനമില്ലായ്മയും എടുത്തു ചാട്ടവുമുള്ള ആ ഒരു പ്രായത്തിന് തെളിപ്പ് കാരണം ഉണ്ടാകുന്ന റിലേഷൻ മാത്രമാണ്. ട്രൂ ലവ് ആയിട്ട് ലോങ് ഡ്യൂറേഷനിൽ ലവ് ചെയ്ത് പോകുന്ന കാലഘട്ടമൊക്കെ ഇപ്പോൾ മാറി വരികയാണ്. ഈ ഒരു നമ്മുടെ അച്ഛനമ്മയുടെ ജനറേഷൻ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. സോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു നല്ല റിലേഷനാണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷനാണ് നമുക്ക് ആവശ്യം. പീസ്ഫുൾ, സമാധാനം, അതായിരിക്കും ഒരു റിലേഷന് ആവശ്യമായിട്ട് വേണ്ടത്. സോ അങ്ങനെ റിലേഷൻ കിട്ടിയാൽ സിംഗിൾ ലൈഫിനേക്കാളും ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അതാണ്. സത്യം പറഞ്ഞാൽ ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഒരു നെയിം കണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബയോഡേറ്റ ഉണ്ടോ അല്ലെങ്കിൽ ഫോട്ടോ കണ്ടോ സ്ക്രൈബ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഈ വെയിറ്റിംഗ് പീരീഡ്, ഈ ഒരു ഭയങ്കര സ്ലോ പേസായിട്ട് ബിൽഡായി വരുന്ന ലവും അതിലൊരു വെയിറ്റിംഗ് പീരീഡുണ്ട്. ആ പീരീഡിൽ അനുഭവിക്കുന്ന വിഷമങ്ങളും സന്തോഷവും ഫീലിങ്സിൻ്റെ വ്യത്യാസവും ഇമോഷണൽ ഡിഫറൻസിയേഷൻസും അതൊക്കെ ഈ ഒരു ജനറേഷനിൽ ഈ ഫാസ്റ്റ് പേസിങ് ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ജനറേഷന് പറഞ്ഞാൽ മനസ്സിലാവുകയും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട്, എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ റിലേഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ലൈഫ് പീസ്ഫുൾ ആയിരിക്കുമോ അല്ലെങ്കിൽ തുഴഞ്ഞ് പണ്ടാരാകുമോ എന്ന് നോക്കി ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റിലേഷനിലേക്ക് പോകാവൂ. എടുത്ത് ചാടരുത്. അവസാനമായി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. ചിലർ വിചാരിക്കും ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ അതൊരു മിറർ പോലെയാണ്, നമ്മൾക്ക് അവരുടെ നെഗറ്റീവ് എനർജി നമ്മളെയും അഫക്റ്റ് ചെയ്യുമെന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ മാക്സിമം അവരത്രയ്ക്കും ഡൗൺ ആയ ടൈമിൽ നമ്മൾ പോയി സംസാരിക്കുക, സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ആ ഭാഗത്ത് നമ്മൾ സെൽഫിഷ് ആകരുത്. നമ്മൾ മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള ഒരു ക്രിയേച്ചേഴ്സാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും മാറി നിന്ന് നമ്മളുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എല്ലാത്തിലും സെൽഫിഷ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ സ്വന്തം എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ മൂഡിനെ അത് എഫക്റ്റ് ചെയ്യും, എന്നെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളത് കേൾക്കാതിരുന്നാൽ നമ്മൾ അത്രയ്ക്കും ചെയ്യുന്നത് ഈ തെണ്ടിത്തരമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് നമുക്ക് കർമ്മം എന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് തിരിച്ച് എഫക്റ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു വേദന എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അവരനുഭവിക്കുന്ന പെയിനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെ കൂടെ നിൽക്കുക. അത് മതി, കൂടെ നിന്നാൽ മതി. അവർക്കൊരു ഇമോഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ ബാക്ക് ബോൺ നമുക്ക് കൊടുത്താൽ മതി. ഒരിക്കലും അത് ഒരു വിഷമം കേൾക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവുകയോ അയ്യോ ഇതെന്നെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയോ ചെയ്യരുത്. കേൾക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക, കേൾക്കുക, എന്താണ് പറയുന്നതെന്ന്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. അവരെങ്ങനെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. അവസാനം ഒരു ദിവസം നമുക്ക് ഒരു അവസ്ഥ വരുമ്പോൾ കൂടെ ആരും കാണില്ല. നമ്മൾ എന്ത് കാണിക്കുന്നോ അതിൻ്റെ തിരിച്ച് ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത്. കൂടെ ഒരുത്തനും കാണൂല അല്ലെങ്കിൽ ഒരുത്തിയും കാണൂല. ആ സമയത്ത് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നു അയ്യോ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തതിൻ്റെ ശിക്ഷയായിരിക്കും ഇനി കിട്ടുന്നതെന്ന് തോന്നിപ്പോകുന്നത്. ആ ഒറ്റ നിമിഷത്തെ കരുതൽ മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി. ഓക്കെ. ആൻഡ് ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടൊന്നും ലഭിക്കാത്തൊരു പുരുഷൻ ചെന്ന് പെടുന്നത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള വേൾഡിലേക്കാണ്. ഈ ഒരു വേൾഡ് വിട്ടിട്ട് അവൻ വേറെ വേൾഡിലേക്കാണ് പോകുന്നത്. ഐ മീൻ ഒരു സെക്സ് അഡിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷനിലേക്ക് അവൻ മാറിപ്പോകും. അഡിക്ഷനിലേക്ക് പോയാൽ അവൻ്റെ ക്യാരക്ടറിന് തന്നെ വ്യത്യാസം വരും. പിന്നെ നമ്മൾ പണ്ട് കണ്ടൊരു പയ്യനായിരിക്കും നമ്മൾ പിന്നെ കാണുന്നത് തന്നെ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അഡിക്ഷനോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയിട്ട് അവസാനം അവൻ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും കുറ്റബോധം, ഇതിലേക്കൊക്കെ പോകും. എല്ലാത്തിനും കാരണം ആരാണ്? അവനാണ്. അവൻ കാരണമാണ് ഇത്ര സംഭവിച്ചത്? അല്ല, സൊസൈറ്റി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും കാരണമാണ് ഒരാളുടെ മരണം. ആത്മഹത്യ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യങ്ങളൊന്നുമല്ല. അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ എത്ര അനുഭവിച്ച് കാണുമെന്നും മെൻ്റലി ആരുമില്ലാതെ അവൻ എത്ര വേദനിച്ച് കാണുമെന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ആത്മഹത്യ പ്രകടന സ്ത്രീകൾ കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് കാരണം എന്താണ്? അവർക്ക് ഇമോഷണലി പറയാനത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഐ മീൻ ഫീമെയിൽസ് തന്നെ ഉണ്ട്, മെയിൽസ് ഇല്ലെങ്കിൽ ഫീമെയിൽസ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ജെൻഡർ അത് എന്നൊക്കെ പറഞ്ഞാലും ഒരു ഫ്രണ്ട് നമ്മളോട് വന്ന് വിഷമങ്ങൾ പറയുമ്പോൾ അതിനെ കണ്ട് ചിരിച്ച് നോർമലൈസ് ചെയ്യുന്ന കൂട്ടമാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കുള്ള വേസ്റ്റ് ജനറേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വിഷമം എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിച്ച് തമാശയായിട്ട് അയ്യോ വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് നോർമലൈസ് ആൻഡ് ജനറലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇറ്റ്സ് നോട്ട് ഗുഡ്. അവനെ അല്ലെങ്കിൽ അവളെ നമ്മൾ കുറച്ചൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി കുറച്ച് സന്തോഷമായിട്ട് ചിരിക്കുന്നതൊക്കെ വേറെ രീതി. പക്ഷെ അവൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് നമ്മൾ കളിയാക്കി ചിരിക്കുന്നത്
അതിന് എന്ത് പേരിട്ട് വിളിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൂടുതലും അറേഞ്ച് മാരേജിന് പകരം ലവ് മാരേജ് ചെയ്യാൻ ശ്രമിക്കുക. ലവ് മാരേജ് ചെയ്താൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണൽ കണക്ട് ആവുന്നുണ്ടോ, നിങ്ങൾ ഒത്തുചേർന്ന് പോകാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിക്കുക. കാരണം ലൈഫ് ലോങ് ജീവിക്കേണ്ട ഒരാളാണ്. സോ ആ തീരുമാനം എടുക്കുമ്പോൾ അത്രയ്ക്കും പ്രോപ്പറായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കാവൂ. തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് അവസാനം ഡിവോഴ്സിൽ നിന്ന് എത്തിപ്പെടല്ലോ, ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടല്ലോ. സോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും ലവ് മാരേജാണ് നല്ലത്. അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ താല്പര്യമാണ്. അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ചാടി അങ്ങ് അറേഞ്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പിന്നെ 2-3 ആഴ്ച കൂടിപ്പോൾ 2-3 മാസം മാത്രമേ കിട്ടുള്ളൂ. ഒരു പയ്യൻ്റെ സ്വഭാവവും ഒരു പെണ്ണിൻ്റെ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫുൾ സ്വഭാവം നമ്മൾ പതിയെ സ്ലോ പേസിൽ, അല്ലെങ്കിൽ അവളുടെ സ്ലോ പേസിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. അത് എപ്പോഴും നല്ലതായിരിക്കാം. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അറേഞ്ച് ചെയ്ത മാതാപിതാക്കളും പേരൻസും ആരും കാണില്ല. അത് നിങ്ങളുടെ കുടുംബമായി, നിങ്ങളുടെ പ്രശ്നമായി, ഞങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു കൈ ഒഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതമാണ്. സൂക്ഷിച്ച് കണ്ട് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് എൻ്റെ എക്സ്പ്ലനേഷൻ ചാനലിൽ ഞാൻ ഇത്രയും നന്നായിട്ട് ഫ്രീ ടോക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയോ ഒന്നും എഴുതിയല്ല ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്താണോ അത് ഞാൻ പൂർണ്ണമായിട്ട് ഓപ്പണായിട്ട് പറയുന്നതാണ്. ആ പോയിന്റ് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ യോജിക്കുന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു 386 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ ദാറ്റ്. ഇനിയും ഒരുപാട് വളരുമെന്ന് എനിക്കറിയാം. ഇനി ഒരുപാട് ജേർണീസ് ഉണ്ട്. ഇത് തുടക്കം മാത്രമാണ്. ഞാൻ പറയാം, ഇത് ഞാൻ പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നിയെടുത്ത് ചെയ്ത വീഡിയോ ആണ്. കാരണം ഇന്നലെ ഒരു സംഭവം നടന്നിരുന്നു. ജയൻ രവി അറിയാമോ? സിനിമയിൽ അഭിനയിച്ച രവി മോഹൻ എന്ന് പറയും, മറ്റേ സന്തോഷ് സുബ്രഹ്മണ്യം. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എന്നെ ഇത്രയും പറയാൻ വേണ്ടി ട്രിഗർ ചെയ്തത് തന്നെ. ഇമോഷണൽ സേഫ്റ്റി കിട്ടാതെ വരുമ്പോൾ ഒരു ആണിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എല്ലാവരും അറിയേണ്ട ആവശ്യമുണ്ട്. സോ താങ്ക് യു ആൻഡ് ബൈ.